ജില്ലാ വാർത്തകൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുമരാമത്ത് പ്രവൃത്തികളിൽ സൊസൈറ്റികളുടെ കടന്നുകയറ്റം സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തുന്നുവെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പുതിയ വഖഫ് നിയമം കയ്യേറ്റക്കാരെ സഹായിക്കാനെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. സംവരണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ദളിത് സംഘടനകൾ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തി. യാത്രക്കാരോടുള്ള മനുഷ്യാവകാശ ലംഘനവും ചൂഷണവും തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പൊതുമരാമത്ത് പ്രവൃത്തികളിൽ സൊസൈറ്റികളുടെ കടന്നുകയറ്റം സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തുന്നുവെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ ജില്ലാ സമ്മേളനം കോഴിക്കോട് നടന്നു. ഗവൺമെന്റ് കരാർ മേഖലയിലേക്ക് സൊസൈറ്റികളുടെ കടന്നുകയറ്റം പൊതുമരാമത്ത് പ്രവർത്തികളിൽ സർക്കാരിന് പ്രതിവർഷം കോടിക്കണക്കിന് രൂപ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായി ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. സർക്കാർ ആനുകൂല്യം ചൂഷണം ചെയ്ത് ബെനാമികളാണ് സൊസൈറ്റികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരം സൊസൈറ്റികളെ സർക്കാർ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം ദുരന്തങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന കരാറുകാരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഊരാളുകൾ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമായി കേരളത്തിൽ ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന കരാറുകാരെ ഗവൺമെന്റ് പുറംപോക്കിലേക്ക് അടിച്ചു കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം നിങ്ങൾ ഉയർത്തുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഈ ആശങ്ക നമ്മുടെ സംഘടനയും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഒരു വശത്തുകൂടി തന്നെ പോവുകയാണ്. അപ്പൊ ഊരാളുകൾ സൊസൈറ്റിയുടെ കാര്യങ്ങളാണെങ്കിൽ ഗവൺമെന്റ് കൃത്യമായി പരിഹരിക്കും. പക്ഷേ കരാറുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കാലങ്ങൾ എടുക്കുകയാണ്, മാസങ്ങൾ വർഷങ്ങൾ കടന്നുപോവുകയാണ്. ഈ ഇരട്ടത്താപ്പ് കേരളത്തിൽ അവസാനിപ്പിക്കാതെ കേരളത്തിന്റെ നിർമ്മാണ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഗുരുതരമായ സാഹചര്യം സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ചങ്കൂറ്റം കാണിച്ചത് നമ്മുടെ സംഘടന മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷവും. KV സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര, ജില്ലാ സെക്രട്ടറി VP ബിജു, MC മുഹമ്മദ് അലി, PK സെന്തിൽകുമാർ, KK ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ വഖഫ് നിയമം കയ്യേറ്റക്കാരെ സഹായിക്കാനെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. വേങ്ങരയിൽ INL സംഘടനാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. INL മലപ്പുറം ജില്ലാ കമ്മിറ്റി വേങ്ങര സംഘടിപ്പിച്ച സംഘടനാ വർക്ക്ഷോപ്പ് അപ്ഡേറ്റഡ് 24 അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. ശതകോടികളുടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുത്ത വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കാനും ന്യൂനപക്ഷങ്ങളുടെ മൂല്യവത്തായ വസ്തുവകകളും ആരാധനാലയങ്ങളും വളഞ്ഞ വഴികളിലൂടെ സംഘപരിവാറിന് സ്വന്തമാക്കാനുമാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമപരിഷ്കരണവുമായി ഇറങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. മൂന്ന് വാക്കാണ് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് അപ്ഡേറ്റ്, ഒന്ന് അപ്ഗ്രേഡ്, ഒന്ന് നമ്മൾ അത് അപ്ലോഡ്. ഒരു കാര്യം കാലിക പ്രസക്തമായി നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ സ്വാദിഖ് മൗലവി പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, വൈസ് പ്രസിഡന്റ് സലാം കുരിക്കൽ, അക്രം തോട്ടശ്ശേരിയറ, ഡോക്ടർ അബ്ദു കുമ്മാളി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംവരണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ദളിത് സംഘടനകൾ
സംസ്ഥാനത്ത് ഹർത്താൽ നടത്തി. ഹർത്താൽ അനുകൂലികൾ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സംവരൺ ബച്ചാവോ സംഘർഷ് സമിതി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന്റെ ഭാഗമായി ദളിത് ആദിവാസി സ്ത്രീ ബഹുജൻ പൗരാവകാശ കൂട്ടായ്മ പ്രവർത്തകർ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സംവരണത്തെ ദുർബലപ്പെടുത്തുന്ന എല്ലാ കോടതി വിധികളെയും മറികടക്കാൻ പാർലമെന്റ് നിയമം പാസാക്കണമെന്നും ജാതി സെൻസസ് ദേശീയ തലത്തിൽ ഉടൻ നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തുടർന്ന് LIC കോർണറിൽ നടന്ന തെരുവ് യോഗത്തിൽ KP ലിജുകുമാർ അധ്യക്ഷത വഹിച്ചു. രാമദാസ് വേങ്ങേരി സ്വാഗതം പറഞ്ഞു. ബാബു നെല്ലിക്കുന്ന്, ശങ്കരൻ മടവൂർ, പുഷ്പകുമാർ, തങ്കം എന്നിവർ പ്രസംഗിച്ചു. ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചവർക്കും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നഗരത്തിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. നഗരം വലയം വെച്ച പ്രകടനത്തിന് PM ഷാജി, ബാലൻ പുല്ലാളൂർ, അഭിലാഷ് ബദിരൂർ, ശ്രീദേവി മാവൂർ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 6ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമ്മാനപ്പെടാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യാത്രക്കാരോടുള്ള മനുഷ്യാവകാശ ലംഘനവും ചൂഷണവും തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. യോഗത്തിൽ പ്രസിഡന്റ് ഷെവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി ആഘോഷ അവധിവേളകളിൽ വിമാന കമ്പനികൾ, റെയിൽവേ, RTC, ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനവും ഈടാക്കുന്ന അമിത നിരക്കും പരിശോധിക്കാനും പരിഹാര നിർദ്ദേശം സമർപ്പിക്കാനും കമ്മീഷനെ നിയമിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. സമാനതകളില്ലാത്ത ദുരിതങ്ങളും അതിക്രമങ്ങളുമാണ് തിരക്കുമൂലം റിസർവ്ഡ് കോച്ചുകളിൽ റണ്ണിംഗ് സ്റ്റാഫും യാത്രക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഴിവ് നികത്താത്തതുമൂലം ലോക്കോ പൈലറ്റ് വിശ്രമമില്ലാതെ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. മുൻകാലങ്ങളിലില്ലാത്ത അമിത യാത്രാനിരക്കാണ് വിമാന, തീവണ്ടി, അന്തർസംസ്ഥാന RTC, ടൂറിസ്റ്റ് ബസ്സുകൾ ഓണ സീസണിൽ ഈടാക്കുന്നത്. ഇത് കൂടുതൽ ബാധിക്കുന്നത് മലബാർ മേഖലയിലെ യാത്രക്കാരെയാണെന്നും യോഗം വിലയിരുത്തി. പ്രസിഡന്റ് ഷെവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ഒരു സ്പെഷ്യൽ ട്രെയിന് അനുവദിക്കാൻ റെയിൽവേ തയ്യാറായിട്ട് അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. KSRTC അതുപോലെ സ്പെഷ്യൽ ബസ്സുകൾ ഓടിക്കാനുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത നിരക്കുകളാണ് എല്ലാം ഈടാക്കുന്നത്. ഇത് മറുനാടൻ മലയാളികൾക്കും പ്രവാസികൾക്കും ഈ ഓണത്തിന് നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഈ കാര്യത്തിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും നമ്മുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഭാവി പ്രവർത്തനം ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. രക്ഷാധികാരി A. ശിവശങ്കരൻ, സെക്രട്ടറിമാരായ PI അജയൻ, കുന്നോത്ത് അബൂബക്കർ, T. സുധാകരൻ, CC മനോജ്, നോവെക്സ് മൻസൂർ CK എന്നിവരും സംസാരിച്ചു. ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ തീവണ്ടി, KSRTC ബസ്സുകൾ പ്രഖ്യാപിച്ചത് യാത്രക്കാർക്ക് ആശ്വാസം നൽകുമെന്നും യോഗം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. മഴവിൽ കൂട്ടായ്മ GHSS നടുവണ്ണൂരിന്റെ നേതൃത്വത്തിൽ വയനാടിന് നടുവണ്ണൂരിന്റെ വര ആർട്ട് ചാലഞ്ച് നടത്തി. KM സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു.
നടുവണ്ണൂർ GHSSൽ മഴവിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിത്രം വര സംഘടിപ്പിച്ചു. വയനാടിന് നടുവണ്ണൂരിന്റെ വര ആർട്ട് ചലഞ്ചിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളും ചിത്രകാരന്മാരും ചിത്രരചന സംഘടിപ്പിച്ചത്. പരിപാടി സ്കൂളിൽ നടന്ന ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ വലിയ പ്രകൃതി ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. അതുവഴി ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, കുടുംബം നഷ്ടപ്പെട്ടു പോയവർ, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയവർ, വീടുകൾ നഷ്ടപ്പെട്ടു പോയവർ, അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന വിധത്തിൽ എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് ബദലായി എന്തു കൂടുതലും കാര്യമില്ല. എങ്കിലും ആ സമൂഹത്തിന്, ആ നാടിന് കൈത്താങ്ങാവാൻ എല്ലാ വിധത്തിലും നമ്മുടെ മലയാളക്കരയാകെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുകയാണ്. ആ വലിയ ദൗത്യത്തിന്റെ ഭാഗമായി നടുവണ്ണൂർ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, ഇവിടുത്തെ കലാകാരന്മാർ, ജനപ്രതിനിധികൾ, PTA, നമ്മുടെ പ്രിൻസിപ്പൽ, HM, നമ്മുടെ പഞ്ചായത്ത്, എല്ലാവരുടെയും പ്രോത്സാഹനത്തിന്റെയും പിന്തുണയുടെയും ഒക്കെ ഭാഗമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും മികവാർന്ന മാതൃകാപരമായ പ്രവർത്തനത്തെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വയനാടിന് നടുവണ്ണൂരിന്റെ ചിത്രം വര പരിപാടിയുടെ സമാപനം ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു. ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആളുകളൊക്കെ ചേർത്ത് നിൽക്കാൻ, വളരെ ഈ ഭൂമിയിൽ വളരെ സ്നേഹത്തോടുകൂടി, വളരെ സൗഭാഗ്യത്തോടുകൂടി ജീവിച്ച ഒരു ദേശം സമ്പൂർണമായും ഭൂപടത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാണ്. ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷനും സ്വീകരണ പരിപാടിയും കോഴിക്കോട് ശിക്ഷക് സദനിൽ നടന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിരമിച്ച അധ്യാപകരുടെ സംഘടനയായ കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ കൺവെൻഷൻ ശിക്ഷക് സദനിലെ അപ്പുണ്ണി മാസ്റ്റർ നഗറിൽ നടന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സുകുമാരൻ ഉണ്ണി അവാർഡ് നേടിയ അധ്യാപക സംഘടനാ നേതാവ് P. ഹരിഗോവിന്ദൻ, പൂർണ്ണ ഉറൂബ് സാഹിത്യ അവാർഡ് ലഭിച്ച രമേഷ് കാവിൽ, അംബേദ്കർ അവാർഡ് ലഭിച്ച N. ശ്യാംകുമാർ, വിവിധ കർഷക അവാർഡുകൾ ലഭിച്ച M. രാധാകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. KRTCയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ സലാഹുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറി അഡാട്ട് വാസുദേവൻ എന്നിവർക്ക് സ്വീകരണം നൽകി. അധ്യാപക കൂട്ടായ്മ, അധ്യാപക ദിനാഘോഷം നമുക്ക് നടത്തണം. അധ്യാപക ദിനാഘോഷം നടത്താൻ നമുക്കേ പറ്റൂ. KSSB അധ്യാപക ദിനാഘോഷം ആദരിക്കാൻ നമ്മൾ പറയുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ KSSB എന്താ പറയാ, ഞാൻ റിട്ടയർ ചെയ്ത അന്ന് നിങ്ങൾക്കറിയാം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ടെർമിനേഷൻ ആയ ആളാണ്. ഞാൻ ടെർമിനേഷൻ ആയിട്ട് പിറ്റേ ദിവസം KSSB മെമ്പർഷിപ്പ് കൊടുത്തു. പാലക്കാട് ജില്ലയിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പുണ്ടായ സംസ്ഥാന പ്രസിഡന്റ് സുകുമാരൻ മാഷി ഇപ്പൊ KSSPUന്റെ ജില്ലാ പ്രസിഡന്റാണ്. കാരണം പണ്ട് അങ്ങനെയായിരുന്നു നമ്മുടെ കുറെ ആളുകൾ. പക്ഷെ നിങ്ങൾ അറിയണം, KSSPU ഉണ്ടായത് KSSPA എന്നാണ്. നമ്മുടെ വിരമിച്ച എല്ലാ അധ്യാപകരും നമുക്കറിയാം KSSPA ചേർന്നു. അങ്ങനെ KSSPU വീണ്ടും പുനരുജ്ജീവിക്കുകയാണ്. കരുണാകരൻ പിള്ള അതിന്റെ പ്രസിഡന്റായി വന്ന ശേഷമാണ് NGO അസോസിയേഷന്റെ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. അന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. പിന്നെ അവസാനമാണ് ഇപ്പൊ നമ്മള് കുറെ അധ്യാപകർ ഇതിനകത്ത് വരാൻ തുടങ്ങി. ഇപ്പൊ ഒട്ടുമിക്ക മിക്കവാറും വിരമിച്ച ആളുകളൊക്കെ തന്നെ KSSPA പരിപാടിയിൽ പ്രസിഡന്റ് M. ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് P. മൊയ്തീൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV വിജയാനന്ദൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KM രമേശൻ, PK അരവിന്ദൻ, AK അബ്ദുൾ സമദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന കോൺഫറൻസ് 23-24 തീയതികളിൽ കോഴിക്കോട് നടക്കും. ശിക്ഷക് സദനിൽ നടക്കുന്ന സമ്മേളനം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. ITF ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടന ഒരു ഓൾ ഇന്ത്യ സംഘടനയാണ്. ഇൻകം ടാക്സിലെ എല്ലാ ഗ്രൂപ്പ് സി എംപ്ലോയീസിലും ആയിട്ട് ഒരേ ഒരു സംഘടനയുള്ളൂ, അതാണ് ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഈ സംഘടനയുടെ 2 വർഷം കൂടുമ്പോൾ ബൈനിയൽ കോൺഫറൻസ് ആണ് നടക്കുന്നത്. എല്ലാ മെമ്പർമാരും പങ്കെടുക്കുന്നതല്ല, ഓരോ ബ്രാഞ്ചിൽ നിന്നും ഡെലിഗേറ്റ്സിനെ തെരഞ്ഞെടുത്ത് ഡെലിഗേറ്റ്സ് ആണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ മീറ്റിംഗിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക, അതുപോലെ തന്നെ പുതിയ അടുത്ത 2 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ള ഒരു രൂപകൽപ്പന ചെയ്യുക, പുതിയ 2 വർഷത്തെ
2 വർഷത്തേക്ക് സംഘടനയെ നയിക്കുന്നതിനായിട്ട് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ അവതരിപ്പിച്ച് അത് സംഘടനയുടെ അംഗീകാരം വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡെലിഗേറ്റ് കോൺഫറൻസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഇൻകം ടാക്സ് എംപ്ലോയി ഫെഡറേഷൻ കേരള സർക്കിളിന്റെ 15ാം ഡെലിഗേറ്റ് കോൺഫറൻസ് ഓഗസ്റ്റ് 23-24 തീയതികളിൽ കോഴിക്കോട് KKN കുട്ടി നഗറിൽ ശിക്ഷാസദനിൽ നടക്കും. 23-ന് ഉച്ചതിരിഞ്ഞ് 2:30 പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിക്കുന്ന സമ്മേളനം കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. MLA തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. സമ്മേളനത്തിൽ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ വെങ്കടേഷും മറ്റു നേതാക്കളും കൂടാതെ കേരളത്തിലെ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. സമ്മേളനം 24-ന് വൈകിട്ട് 5:30 സമാപിക്കുമെന്ന് നേതാക്കളായ PA ബിജു, A ബിനൂസ്, MV അമരദേവ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശന സംഘടിപ്പിക്കുന്ന ഇന്നവേഷൻ കോൺടെസ്റ്റ് ഇഗ്നൈറ്റ് ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് 24-ന് കാരപ്പറമ്പ് HSSൽ നടക്കും. ഡോക്ടർ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. താമരയ്ക്ക് കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒക്കെ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫൈനൽ പ്രോജക്റ്റിന്റെ ഒക്കെ ഭാഗമായി ഏതെങ്കിലും സ്റ്റാർട്ടപ്പായും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കണ്ടെത്തുകയും അത് കേരളത്തിന്റെ ഒരു പൊതുവികസനത്തിന് ഒരു സംരംഭം എന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യത എന്താണ് എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇഗ്നൈറ്റ് എന്നൊരു പരിപാടി കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്നവേഷൻ ചലഞ്ച് എന്ന രൂപത്തിലാണ് ഇഗ്നൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്നൊവേഷനും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ഇഗ്നൈറ്റ് ഇന്നവേഷൻ കോൺടെസ്റ്റിന്റെ 4ാമത് പതിപ്പാണ് ഈ വർഷം നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്രാൻഡ് ഫിനാലെയിൽ 5 പ്രോജക്റ്റുകളെ വിജയികളായി തിരഞ്ഞെടുക്കും. വിജയികൾക്ക് 25,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകും. ഇഗ്നൈറ്റ് വിജയികൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഐഡിയ ഫെസ്റ്റിലും KDISC സംഘടിപ്പിക്കുന്ന യങ് ഇന്നവേഷൻ പ്രോഗ്രാമിലും നേരിട്ട് പ്രവേശനം ലഭിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 24-ന് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിക്കുമെന്നും ദർശന ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ PV ഷമീം, സംഘാടക സമിതി ചെയർമാൻ അജിത് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വടകരയിൽ തുടക്കമായി. സമ്മേളനം 24-ന് സമാപിക്കും. ഈ സമ്മേളനത്തിൽ സംഘടന ആഡംബരമില്ലാത്ത സമ്മേളനം നടത്തുന്നതിനോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരാകെ അവരുടെ ശമ്പളത്തിൽ ലഭിക്കുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിനപ്പുറം ഞങ്ങളുടെ സംഘടനാ മെമ്പർമാർ തന്ന സഹായം സംഘടന എന്ന നിലയിൽ കണക്കിയ 70 ലക്ഷം രൂപ ഈ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അതോടൊപ്പം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനായി കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം വരെ ഞങ്ങളുടെ ജില്ലയിലെ മുൻനിര നേതാക്കൾ കുറച്ചുകൂടി വിരമിച്ചു പോയിരുന്നു. അവർക്കുള്ള സംഘടനയുടെ യാത്രയിലും അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 34-ാം സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ 24 വരെ ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കും. പ്രതിനിധി സമ്മേളനം, യാത്രയയപ്പ്, സെമിനാർ, പൊതുസമ്മേളനം എന്നിവയും ഉണ്ടാകും. 24-ന് 3-ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി OR കേളു, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP മനോജ് എബ്രാഹിം, ഉത്തരമേഖല DIG K സേതുരാമൻ തുടങ്ങിയവർ പ്രസംഗിക്കും.
ADGP MR അജിത് കുമാർ പങ്കെടുക്കും. ഗ്രൂപ്പ് ചർച്ചയും 11 മുതൽ പൊതുചർച്ചയും നടക്കും. 24-ന് 10-ന് സെമിനാർ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാരിന്റെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള അനുമതി ദുരുപയോഗം ചെയ്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി. അബ്ദുൾ സലാം വെള്ളയങ്ങര മരഞ്ചാട്ടി എന്ന വ്യക്തിക്കെതിരെയാണ് തട്ടിപ്പിനിരയായവർ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരകൾ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള അനുമതി ദുരുപയോഗം ചെയ്ത് അബ്ദുൾ സലാം വെള്ളയങ്ങര മരഞ്ചാട്ടി എന്ന വ്യക്തി ആളുകളിൽ നിന്ന് 2020-23 കാലങ്ങളിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും 11 മാസം തീരുമ്പോൾ ലാഭവിഹിതം തരാമെന്നും താല്പര്യമില്ലാത്തവർക്ക് പണം പിൻവലിക്കാൻ സൗകര്യമുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നത്. പ്രവാസി പുനരധിവാസ പദ്ധതി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്ത് 5 മുതൽ 10 ലക്ഷം വരെ ഇയാൾ ആളുകളിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. പദ്ധതി നടക്കാതെ വന്നപ്പോൾ പണം തിരികെ തരാമെന്ന വാക്കുകൾ അയാൾ മാറ്റി പറയുകയും പണം ലഭിക്കാതിരിക്കുകയും നിക്ഷേപത്തിലുള്ള അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തോട്ടഭൂമിയിലാണ് വ്യവസായ പാർക്ക് തുടങ്ങാൻ സർക്കാരിനോട് അനുമതി തേടിയതെന്ന് മനസ്സിലായി. തോട്ടഭൂമി കാണിച്ചിട്ടാണ് ഇയാള് വ്യവസായ പാർക്ക് തുടങ്ങാൻ പോകുന്നത്. അതിന് സർക്കാരിന്റെ യാതൊരു അനുമതിയും ഇല്ലാത്തതാണ്. 2020-22 കാലഘട്ടങ്ങളിലാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചതെന്ന് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. 11 മാസം തികയുമ്പോൾ ലാഭവിഹിതം തരാമെന്നും താല്പര്യമില്ലാത്തവർക്ക് പണം പിൻവലിക്കാൻ സൗകര്യമുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചതെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതി നടക്കാതെ വന്നപ്പോൾ പണം തിരികെ തരാമെന്ന് വാക്കുകൾ പലതവണ മാറ്റി. നിക്ഷേപകർ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തോട്ടഭൂമി കാണിച്ചാണ് വ്യവസായ പാർക്ക് തുടങ്ങാൻ അനുമതി തേടിയതെന്നും മനസ്സിലായി. ബഡ്സിൽ പരാതി കൊടുക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി കോടതി ഇയാളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ വില്ല പ്രോജക്റ്റും മറ്റു പദ്ധതികളുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗം ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നും പരാതിക്കാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജബൽ ഇൻവെസ്റ്റേഴ്സ് മണി റിക്കവറി ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ഷബീർ കെ, പ്രസിഡന്റ് അക്ബർ അലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാഡ്മിന്റൺ വെറ്ററൻ പ്ലേയേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ 40 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള കളിക്കാരെ 8 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നായി 300-ൽ പരം കളിക്കാർ മത്സരങ്ങളിൽ പങ്കെടുക്കും. മെൻ സിംഗിൾസ് ഡബിൾസ്, വുമൺ സിംഗിൾസ് ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഓഗസ്റ്റ് 23-ന് നിർവഹിക്കും. ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഒ രാജഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകരായ മണ്ണാറക്കൽ വാസുദേവൻ, കെ ബിജി, PC കിഷോർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആകാശവാണി ലിസണേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുദാം ആർട്ട് കഫേയിൽ ആകാശവാണി ആർട്ടിസ്റ്റുമാരുടെയും നാടൻപാട്ട് ഗസൽ കലാകാരന്മാരുടെയും സംഗമം സംഘടിപ്പിച്ചു. മുൻ സീനിയർ അനൗൺസർ ആർ കനകാംബരൻ പാട്ടുപാടി ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ റേഡിയോ സന്ദേശം അവതരിപ്പിച്ചു. നഗരത്തിലെ പഴയകാല റേഡിയോ ഡീലർമാരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ റേഡിയോകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ആകാശവാണി കലാകാരന്മാർ ചടങ്ങിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുമരാമത്ത് പ്രവൃത്തികളിൽ സൊസൈറ്റികളുടെ കടന്നുകയറ്റം സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തുന്നുവെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പുതിയ വഖഫ് നിയമം കയ്യേറ്റക്കാരെ സഹായിക്കാനെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. സംവരണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ദളിത് സംഘടനകൾ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തി. യാത്രക്കാരോടുള്ള മനുഷ്യാവകാശ ലംഘനവും ചൂഷണവും തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.